പലയിടങ്ങളിലും സ്നാനം എന്നുള്ളത് ഒരു ചടങ്ങായി മാത്രം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ വിശ്വാസ സ്നാനം എന്താണ്, ആർക്കാണ്, എന്തിനു വേണ്ടിയാണ് എന്ന കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഡ്രോഗഡ പ്രയർ സെന്ററിലെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്നു. ഈ വിശ്വാസ സ്നാനം അഥവാ ബിലീവേഴ്സ് ബാപ്റ്റിസം എന്ന ഈ സ്കിറ്റിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് ഒരു ദൈവദാസനെ പരിചയപ്പെടുത്താം. ദൈവം ശക്തമായി ഈ കാലഘട്ടത്തിൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു പാസ്റ്റർ മാത്യു പാപ്പച്ചൻ ഈ കാലഘട്ടത്തിൽ ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി വളരെയധികം വില കൊടുക്കുകയും വിശുദ്ധിയോടും വേർപാടോടും കൂടി ഈ പാസ്റ്റർ മാത്യു തൻ്റെ സഭയിൽ യുവജനങ്ങളുടെ ശുശ്രൂഷിക്കുന്നു. നമുക്ക് ശുശ്രൂഷയിലേക്ക് കടക്കാം. No, wait. I'll go first. ഈ സഭയിൽ സ്നാനപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ദേവദാസിന്റെ അടുത്തേക്ക് കടന്നു വരിക. No, wait. I'll go first. എന്താ അവിടെ ഒരു ബഹളം? Praise the Lord, Pastor Uncle. പ്രൈസ് ദി ലോർഡ്. ദേശമോനല്ലേ ഇത്? എന്നോട് മോനെ വിശേഷം? പാസ്റ്റർ ഇവിടെ സ്നാനം നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണ്? അതെ മോനെ, ഇന്നിവിടെ സ്നാനം നടക്കുന്നുണ്ട്. ഓക്കെ പാസ്റ്റർ അങ്കിളെ, എനിക്കൊന്ന് സ്നാനപ്പെടാം. ജെയ്സ്മോ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. എന്റെ ദൈവം, എന്റെ വളരെ നാളത്തെ പ്രാർത്ഥനയായിരുന്നു ജെയ്സ്മോ സ്നാനപ്പെടണമെന്നുള്ളത്. അതെ മോൻ, എന്താ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വരാൻ കാരണം? അതെ പാസ്റ്റർ അങ്കിളെ, ഞങ്ങള് ഫാമിലി പരമായിട്ട് എല്ലാവരും, എന്റെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും എല്ലാം ഈ പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അവരെല്ലാവരും കമ്മിറ്റിയിൽ കയറും, അവർ വലിയ വലിയ പൊസിഷൻസിലൊക്കെ ഇരുന്നാണ്. അപ്പൊ എനിക്കും സ്നാനപ്പെട്ടിട്ട് അങ്ങനെ ഒരു പൊസിഷനിൽ എത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് പാസ്റ്റർ എനിക്ക് സ്നാനത്താണ്. ആണോ? അതൊക്കെ ഇരിക്കട്ടെ, മോൻ രക്ഷിക്കപ്പെട്ടതാണോ? അതേ പാസ്റ്റർ, ഞാനൊരു 5 പ്രാവശ്യം രക്ഷിക്കപ്പെട്ടതാണ്. 5 പ്രാവശ്യം? അതെങ്ങനെ മോനെ 5 പ്രാവശ്യം രക്ഷിക്കപ്പെടുന്നത്? അതെ പാസ്റ്ററിലെ, ഇവിടെ നടക്കുന്ന എല്ലാ ജെൻഡർ കൺവെൻഷന്റെ അവസാനം പാസ്റ്റർമാര് ഇങ്ങനെ രക്ഷിക്കപ്പെടാനുള്ള ഒരു കൈപ്പൊക്കാൻ പറയും. അങ്ങനെ പറയുമ്പോഴത്തേക്ക് പാസ്റ്ററിന് അറിയാതെ എനിക്കൊരു സ്വഭാവമുണ്ട്, എല്ലായിടത്തും എനിക്ക് ഫസ്റ്റ് ആകണം. അപ്പൊ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. അപ്പൊ അവരാരും കൈപ്പൊക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കൈപ്പൊക്കും. അപ്പൊ അങ്ങനെ ചെയ്ത് ഞാനിപ്പോ ഒരു 5 പ്രാവശ്യം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ സ്നാനപ്പെടാനായിട്ട് എന്നെക്കാൾ യോഗ്യൻ വേറെ ആരും ഇല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് സ്നാനം തന്നെ. ജെയിംസ് മോനെ, അങ്ങനെ കൈ പൊക്കുമ്പോഴല്ല രക്ഷ സംഭവിക്കുന്നത്. നീ ഇങ്ങനെ അടുത്ത കൺവെൻഷനിൽ പോയാൽ അവിടെ തന്നെ കൈ പൊക്കി കഴിഞ്ഞാൽ രക്ഷ നടക്കുന്നില്ല. യഥാർത്ഥമായ രക്ഷ എന്ന് പറയുന്നത് നിന്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിനെ രക്ഷകനായി നിന്റെ ജീവിതത്തിൽ നീ സ്വീകരിക്കണം. എന്നിട്ട് നിന്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കണം. അപ്പോഴാണ് ആ മാനസാന്തരം നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് സ്നാനപ്പെടാൻ പോകും. അപ്പോൾ ഞാൻ എന്നെ സ്നാനപ്പെടുത്താം. ഓക്കെ ആണോ? ഇത്തരം പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടുള്ള എന്നോട് സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. അതും 5 പ്രാവശ്യം രക്ഷിക്കപ്പെട്ട എന്നോടോ? എന്നാ ഇല്ലെങ്കിൽ വേണ്ട, ഇവിടെ വേറെ സഭകളും വേറെ പാസ്റ്റർമാരുണ്ട്, ഞാൻ അവിടെ പോയി സ്നാനപ്പെട്ടോളാം. എന്നാ ശരി, നിന്റെ ഇഷ്ടത്തോളം നടക്കുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ മതി. അടുത്തത് ഒരു വർഷിപ്പ് ലീഡർ ആണല്ലോ വരുന്നത്. പെട്ടെന്ന് കയറി വന്നാട്ടെ. ഇവരെന്താ ചെവി അടിച്ചു പോയി? ഇവരൊന്നും കേൾക്കുന്നില്ലേ? ജാക്സൺ, ഓ മോനെ, ആ ഹെഡ്സെറ്റ് എടുത്തൊന്ന് മാറ്റി. സോറി പാസ്റ്റർ അങ്കിൾ, ഹെഡ്സെറ്റ് ഇരുന്നോണ്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. സോറി പാസ്റ്റർ അങ്കിൾ. എന്താ മോനെ ഹെഡ്സെറ്റിനകത്ത് കേട്ടോണ്ടിരുന്നത്? അതെ പാസ്റ്റർ അങ്കിളെ, നാളെ നമുക്കൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. അതിന്റെ പാട്ട് ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുവായിരുന്നു. പാസ്റ്റർ അങ്കിൾ അറിയാലോ, മെയിൻ വർഷിപ്പ് ലീഡർ ഞാനായതുകൊണ്ട് എല്ലാ പാട്ടും ഞാൻ തന്നെ പാടണം. അപ്പൊ അതൊന്ന് ഞാനൊന്ന് റിഹേഴ്സ് ചെയ്യുമായിരുന്നു. ആണോ? ഏത് പാട്ടാണ് നാളെ നീ പാടാൻ പോകുന്നത്? ഞാനൊന്ന് പാടി കേൾപ്പിക്കട്ടെ പാസ്റ്റർ അങ്കിൾ. Yeah.
മതി മോനെ മതി. മോനെന്താ ഇവിടെ വന്നത്? ഇവിടെ സ്നാനം നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. എനിക്കൊന്ന് സ്നാനപ്പെടണം. അതൊക്കെ എന്താ പോലെ, പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. എന്താണെങ്കിലും പെട്ടെന്നൊന്ന് ചോദിക്കണം ഭാഷണത്തിൽ. ഞാൻ ഭയങ്കര ബിസിയാണെന്ന് അറിയാലോ. എനിക്ക് നാളത്തെ കുറച്ച് പ്രോഗ്രാംസിന്റെ പാട്ടുകളൊക്കെ റെഡിയാക്കാനുണ്ട്. ഓക്കെ മോനെ, മോൻ എങ്ങനെയാ സ്നാനപ്പെടുന്നത്? അത് ഭാഷണത്തിൽ നെക്സ്റ്റ് വീക്ക് ഐ എം ഗോയിങ് ടു കാനഡ ഫോർ മൈ ഹയർ സ്റ്റഡീസ്. അപ്പൊ എന്റെ പാരന്റ്സ് പറഞ്ഞു സ്നാനപ്പെട്ടിട്ട് പോകുവാൻ. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വന്നതാണ് ഭാഷണത്തിൽ. കാനഡയ്ക്ക് പോകാനാണോ നീ സ്നാനപ്പെടുന്നത്? അപ്പൊ യഥാർത്ഥമായ റിപ്പന്റൻസ് നിന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ലേ? റിപ്പന്റൻസിന് ഇഷ്ടംപോലെ ടൈമുള്ള ഭാഷണത്തിൽ. ജീസസ് ഇപ്പൊ ഇന്ന് നാളെയും വരാൻ പോകുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും റിപ്പന്റ് ചെയ്യാം. അപ്പൊ ഭാഷ ഇന്ന് എനിക്ക് പെട്ടെന്ന് സ്നാനം തരണം. നാളെ എനിക്ക് പോയി കുറച്ച് റിഹേഴ്സൽസ് ചെയ്യാനുണ്ട്. പ്ലീസ്. സോറി ഡിയർ ജാക്സൺ, എനിക്ക് അങ്ങനെ നിന്നെ സ്നാനപ്പെടുത്താൻ കഴിയത്തില്ല. നീ യഥാർത്ഥമായ റിപ്പന്റൻസ് നിന്റെ ജീവിതത്തിൽ നടന്നിട്ട് നീ വാ. ഇത്ര പെട്ടെന്ന് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഫോട്ടോസ് പാസ്റ്ററിന് കാണിക്കാം. അത് കണ്ടു കഴിഞ്ഞിട്ട് പാസ്റ്ററിന്റെ തീരുമാനം ഒന്ന് മാറ്റുമെന്ന് നമുക്ക് നോക്കാം. Pastor, have you ever been to Canada before? No, son. Okay, let me show you some pictures. See, this is the beautiful Canada. പാസ്റ്റർ എന്നെ ഇവിടെ സ്ഥാനപ്പെടുത്തിയാൽ ഞാൻ പാസ്റ്റർക്ക് ഒരു കനേഡിയൻ വിസ അയച്ചു തരും. അതൊക്കെ ദൈവം എനിക്ക് വേണ്ടി കരുതും മോനെ. മോൻ ആദ്യം രക്ഷിക്കപ്പെടും, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. കാനഡയ്ക്ക് അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുക പാസ്റ്റർ. ഞാൻ വല്ല കാനഡയിൽ പോയി കനേഡിയൻ വാട്ടേഴ്സിൽ സ്നാനപ്പെട്ടോളാം. അടുത്ത ഗ്ലോറിയ മോളാണല്ലോ നീ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതെന്താ മോളെ ബക്കറ്റൊക്കെ ആയിട്ട്? അത് പാസ്റ്റർ ഞാൻ സ്നാനപ്പെടാൻ വന്നതാ. അതിനെന്തിനാ മോളെ ബക്കറ്റ്? പാസ്റ്റർ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയാ. അതുകൊണ്ട് പാസ്റ്റർ ഒരു കാര്യം ചെയ്യണം. ഈ ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തേ എന്റെ തലയിലങ്ങ് ഒഴിച്ച് എന്നെ സ്നാനപ്പെടുത്തിയാൽ മതി കേട്ടോ. അയ്യോ മോളെ, അങ്ങനെ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ പറ്റും പാസ്റ്റർ. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഈ അസുഖം ഉള്ളതാ. എന്റെ അമ്മ ഇങ്ങനെയൊക്കെ തന്നെ സ്നാനപ്പെട്ടത്. അമ്മയുടെ തലയിൽ ബക്കറ്റ് പാസ്റ്റർ വെള്ളം ഒഴിച്ചാ സ്നാനപ്പെടുത്തിയത്. അയ്യോ മോളെ, അത് യഥാർത്ഥമായ സ്നാനമല്ല. അങ്ങനെയൊന്നും പറയാതെ പാസ്റ്റർ, ഞാൻ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടതാ. അതിന് പിന്നെ വെള്ളത്തിലിറങ്ങേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നോണ്ട് അത് ഓക്കെ ആയിരുന്നു. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഒന്നും നോക്കിക്കേ പാസ്റ്റർ. ആ ബൈബിൾ എടുത്തൊന്നും നോക്കിക്കേ. കാരണം നമ്മുടെ നല്ല ആഗ്രഹങ്ങളെയൊക്കെ ദൈവം സ്ഥാപിച്ചു തരുമെന്നല്ലേ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇല്ല മോളെ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമുക്ക് കർത്താവ് കാണിച്ച മാതൃക എന്താണ്? കർത്താവ് വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനപ്പെട്ടത്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി വേണം സ്നാനപ്പെടാൻ. അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. മോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് പോകാം. ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലേ പാസ്റ്റർ? സാരമില്ല മോളെ, ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോളുടെ ഈ പേടിയൊക്കെ മാറിയിട്ട് മോള് വാ. അപ്പോൾ നമുക്ക് സ്നാനപ്പെടാം. എന്നാ പിന്നെ ശരി പാസ്റ്റർ. ഓക്കെ. ഇതെന്താ ഇവിടെ? കുറെ നാളായാലും നിന്നെ ചർച്ചിലൊക്കെ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? ഒന്നും പറയണ്ട പാസ്റ്റർ, ഞാൻ ഭയങ്കര ബിസിയായിരുന്നു. അതാ ചർച്ചിലൊന്നും വരാൻ പറ്റായിരുന്നു. എന്താണ് അലക്സ് മോനെ ഇത്ര ബിസി? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ പാസ്റ്റർ ഒന്നും അറിഞ്ഞില്ലേ? എന്റെ കല്യാണം ഉറപ്പിച്ചു പാസ്റ്റർ. കല്യാണം? എടാ അലക്സ് മോനെ, നീ ആ ത്രേസ്യം വെച്ചെടുത്തിട്ട് സാരി തുമ്പി പിടിച്ച് നടക്കുന്നത് എപ്പോഴും ഓർമ്മയുള്ളത്. അതൊക്കെ പറയാതെ പാസ്റ്റർ, എന്റെ കല്യാണം നടക്കാൻ പോകും. ആൾക്കാർ കേട്ട് എനിക്ക് നാണക്കേടാ. ഞാനിപ്പോ വലുതായി പാസ്റ്റർ. ഓക്കെ, അപ്പൊ എവിടെ നിന്റെ പെണ്ണ്? അതൊക്കെ അത് കേട്ടാ ചിലപ്പോ പാസ്റ്റർ ഞെട്ടും. പെണ്ണങ്ങ് ദൂരെ ദൂരെന്നോ? അന്ന് വല്ലോ അന്യഗ്രഹ ജീവിക്കുന്നോ? അയ്യോ, അതൊന്നുമല്ല പാസ്റ്റർ. ദൂരെ നിന്ന് ഉദ്ദേശിച്ചത് അങ്ങ് US അവിടെ നിന്നാ പെണ്ണ് വരുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് പാസ്റ്റർ. എന്താണ് മോനെ പ്രോബ്ലം? അതെ പാസ്റ്റർ, ആ പെണ്ണിന്റെ ഫാമിലി പറയുന്നത് ഒരു സ്നാനപ്പെട്ട ഒരു പയ്യന്റെ കൂടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തുള്ളൂ. ഈ ഓരോരോ ആചാരങ്ങളെ ഇപ്പം പാസ്റ്റർ അറിയാലോ, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പം പാസ്റ്റർ ഒന്ന് എന്നെ സ്നാനപ്പെടുത്തിയാൽ അടുത്ത ആഴ്ച എന്റെ കല്യാണം നടക്കും. അത് കൊള്ളാം. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ നീ സ്നാനപ്പെടാൻ വന്നത്? എടാ, നീ സ്നാനത്തെ പറ്റി എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. അതെന്താ പാസ്റ്റർ, സ്നാനം എന്താ? വെറുതെ വെള്ളത്തിൽ പോയി മുങ്ങുക, പൊങ്ങുക, സ്നാനം കഴിഞ്ഞു. അതൊക്കെ എനിക്കറിയാം. ആ പാസ്റ്റർ ഒന്ന് ഇപ്പൊ പാസ്റ്റർ ഒന്ന് പ്ലീസ്. ഇല്ല
ഇല്ല ലക്ഷ, അങ്ങനെ വെറുതെ വെള്ളത്തിൽ മുങ്ങിപ്പോകാനല്ല സ്നാനം. സ്നാനം എന്ന് പറയുന്നത് യഥാർത്ഥ രക്ഷ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് വേണം സ്നാനപ്പെടാൻ. അങ്ങനെ വെറുതെ വെള്ളത്തിൽ മുങ്ങി കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിന്നെ സ്നാനപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ല. പ്ലീസ് പാഷണങ്ങൾ ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്റെ കല്യാണം നടന്നു. സോറി ഈ സ്നാനം എന്റെ ഇപ്പൊ സ്നാനം നടന്നു. പിന്നെ ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടുത്തെ US സിറ്റിസൺ ആണ്. ഞാൻ അവിടെ US പോയി കഴിഞ്ഞാൽ പാസ്റ്ററിന് അവിടുത്തെ US ഡോളേഴ്സ് പ്ലസ് പാസ്റ്റർ PC നാക്ക് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കല്ലോ, അവിടത്തേക്ക് ഒരു വിസ സ്പോൺസർഷിപ്പ് ഞാൻ പാസ്റ്ററിന് അയച്ചു തരുന്നുണ്ട്. എൻ്റെ അലക്സ് മോനെ, ഞാൻ US ഡോളറും അവിടുത്തെ വിസയും ഒന്നും കണ്ടിട്ടില്ല. ദൈവവേല കിടങ്ങി. പിന്നെ PC നാക്കൊക്കെ ഞാൻ യൂട്യൂബിൽ ലൈവ് കണ്ടുള്ളൂ. അത് പ്രശ്നമൊന്നുമല്ല. ഞാൻ ദൈവിക പ്രമാണം വിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ യഥാർത്ഥമായി നിന്റെ ജീവിതത്തിൽ രക്ഷ സംഭവിച്ചിട്ട് മാത്രമേ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുള്ളൂ. അല്ലാതെ കല്യാണത്തിന് പേര് പാസ്റ്റർ നിന്നെ സ്നാനപ്പെടുത്തുമെന്ന് നീ വിചാരിക്കുന്നു. അപ്പൊ പാസ്റ്ററുകൾ എന്റെ കല്യാണം അമേരിക്ക, എന്റെ US വിസ, അയ്യോ PC നാക്ക്, അയ്യോ. സാറാമ്മ ചേർത്തി അഭിയമോളുമല്ലേ? മമ്മി വേണ്ട, മമ്മി എനിക്ക് സ്നാനം വേണ്ടെന്നല്ലേ മമ്മിയോട് പറഞ്ഞത്. എന്താ അവിടെ ഒരു പ്രശ്നം? എന്താണ് ഇത്? നമ്മുടെ സാറാമ്മ സിസ്റ്റർ ആണല്ലോ, കൂടെ അഭിയമോളും. എന്തിനാ മോളെ എനിക്ക് അറിയുന്നത്? അത് പാസ്റ്ററെ ഒന്നും പറയണ്ട. സ്നാനപ്പെടാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു മടുത്തു. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എനിക്ക് സ്നാനപ്പെടണമെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞിട്ട് മമ്മി കേൾക്കുന്നില്ല. മോള് കരച്ചിൽ നിർത്തിക്ക്. ഞാൻ മമ്മി പറയുന്നത് മോളെ കേൾക്കണ്ട. ഞാൻ ചോദിക്കാം, മോള് രക്ഷിക്കപ്പെട്ടതാണോ? അല്ല പാസ്റ്ററെ, ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല. അത് പാസ്റ്ററെ 15 വയസ്സായി ഞാൻ രക്ഷിക്കപ്പെടാൻ പറഞ്ഞു മടുത്തു. ഞാനൊക്കെ എന്റെ 12ാമത്തെ വയസ്സിൽ പോയി സ്നാനപ്പെട്ടതാ. ഈ എന്നോടൊക്കെയായി പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. ഞാൻ ഗുണദോഷിച്ചു മടുത്ത്. നീ പാസ്റ്ററോട് വല്ലതും പറഞ്ഞൊന്ന് ഗുണദോഷിക്കാൻ നോക്കാം. അതിന് ഞാൻ കൊണ്ടുവന്നതാണ്. ആഹാ, ഇതെന്താ സാറാമ്മ സിസ്റ്റർ? രക്ഷിക്കപ്പെടാത്ത കൊച്ചിനെയാണോ സ്നാനപ്പെടാൻ കൊണ്ടുവരുന്നത്? ഇത് ആദ്യം മാനസാന്തരപ്പെടുന്ന സാറാമ്മ സിസ്റ്റർ ആണല്ലോ. ഇങ്ങനെയാണോ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? മോള് കരയണ്ട. ഇപ്പൊ മോളെ സ്നാനപ്പെടുത്തുന്നില്ല. മോള് രക്ഷിക്കപ്പെട്ടിട്ട് വന്നിട്ട് സ്നാനപ്പെടും. ഓക്കെ ആണോ? അത് പാസ്റ്ററെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇവർക്ക് രക്ഷിക്കപ്പെട്ടാ മതിയോ? അതെങ്ങനെ ശരിയാകുന്നത്? സാറാമ്മ സിസ്റ്റർ പെന്തക്കോസ്തിനകത്ത് ജനിച്ചു വളർന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ സാറാമ്മ സിസ്റ്റർ പറയുന്നത്? സാറാമ്മ സിസ്റ്റർ മുമ്പിട്ടായിരിക്കും. മോള് കരയണ്ട കേട്ടോ. ഓക്കെ പാസ്റ്ററെ, എന്നാ പിന്നെ ഞങ്ങളെന്നാ ഇനി പിന്നെ കാണാം. ശരി എന്നാ. ഓക്കെ, പാടിക്കോട്ടെ. ഞാൻ മമ്മിയോട് അങ്ങനെ പറഞ്ഞതല്ലേ. പാസ്റ്ററോട് പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായല്ലോ. സമാധാനമായിരുന്നു മമ്മിക്ക്. കർത്താവ്, ദൈവവചനം യഥാർത്ഥമായി മനസ്സിലാക്കി ആ യഥാർത്ഥ റിപ്പൻറ്റൻസ് വന്ന ഒരാളെ പോലും കാണുന്നില്ലല്ലോ. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെളിയിൽ പഠിക്കുവാൻ പോകാനും കല്യാണം കഴിക്കുവാനും മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അങ്ങേ അന്വേഷിക്കുകയും ദൈവവചനം അങ്ങനെ മാത്രം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. യഥാർത്ഥമായ റിപ്പൻറ്റൻസ് സംഭവിച്ച ഒരു കുഞ്ഞു പോലും വരുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ് ഹന്ന മോളെ, വളരെ സന്തോഷത്തിലാണല്ലോ. Ade Pastor Uncle, I'm very happy today because I'm here to take water baptism. Oh really? Praise God. Paramole, what experience led you to take this decision? Last Saturday, I attended a youth meeting in our church. While I was listening to the word of God about repentance, it deeply touched my heart. My heart was broken, which led me to the confession of my sins. I repented before God and I accepted Jesus as my personal Savior. Also, I submitted my whole life to Jesus and took a firm decision to live the rest of my life for my Savior, Jesus Christ. സ്തോത്രം. അന്ന, നിനക്ക് യഥാർത്ഥമായ പാപബോധം വന്നുവെന്നും അത് നിന്നെ അനുതാപത്തിലേക്ക് നയിച്ചു. നിന്റെ പാപങ്ങൾ നീ യേശുവിനോട് ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതായും ഞാൻ മനസ്സിലാക്കുന്നു. ദിസ് ഈസ് ദ റിയൽ എക്സ്പീരിയൻസ് വൺ മസ്റ്റ് ഹാവ് ബിഫോർ പ്രൊസീഡിംഗ് ടു ബാപ്റ്റിസം. എനിക്ക് നിന്നെ സ്നാനപ്പെടുത്തുന്നത് വളരെ സന്തോഷമുണ്ട്. നമുക്ക് സ്നാനത്തിനായി പോകാം. സ്തോത്രം. ജയം ജയം ഹല്ലേലൂയ, ജയം 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 ഹല്ലേലൂയ, ജയം ജയം യേശുനാഥൻ
നാമത്തിലും ജയം ജയം യേശുനാമം